അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലം ഭരിച്ചു. ആ 10 കൊല്ലം ഭരിക്കുമ്പോഴൊന്നും വാസ്തവത്തിൽ അദ്ദേഹത്തെ ഈ പരുവത്തിലാക്കിയത് നിങ്ങളെല്ലാം കൂടെയാണ്. മാധ്യമങ്ങൾ ഇതുപോലെ വേട്ടയാടിയ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായില്ല. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ എന്ത് ചെയ്താലും എന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടി കയറ്റില്ല അത് കുറ്റം, വണ്ടി നിറക്കിയാൽ കുറ്റം, നോക്കിയാൽ കുറ്റം, നോക്കാതിരുന്നാൽ കുറ്റം, അങ്ങനെ എല്ലാം കുറ്റങ്ങൾ മാത്രം. 10 കൊല്ലം നിങ്ങൾ വേട്ടയാടില്ലേ? വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഈ പരുവത്തിലാക്കിയത് പ്രധാനം നിങ്ങൾ തന്നെ, മാധ്യമങ്ങൾ തന്നെയാണ്. ഇവിടെ ഇതിക്ക് മുമ്പ് കരുണാനിധി സാറ് ഫയൽ വലിച്ചു കയറിയിട്ടുണ്ട്, സെക്രട്ടറിമാരുണ്ട്. അത് ഒരു ദിവസം കാണും, പിന്നെ കാണുന്നുണ്ട്. ഇതിപ്പോൾ പിണറായി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് 365 ദിവസവും അദ്ദേഹത്തെ മാധ്യമ വേട്ട നടത്തിയിട്ടുണ്ട്. ഭരണത്തിൽ എന്തെല്ലാം ചെയ്തു, അതിൻ്റെ നന്മകളോ തിന്മകളോ ഒരു ചർച്ചാ വിഷയമില്ല. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 10 കൊല്ലത്തിനുള്ളിൽ അവരോട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ കുറേയെല്ലാം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പലതും അത് അറിഞ്ഞില്ല എന്ന് അല്ലെങ്കിൽ അറിയിക്കാനും പലപ്പോഴും മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. എല്ലാവർക്കും ലോക ക്ഷീരദിന ആശംസ. ഇവിടെയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറയുന്നത്. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ് ഇവിടെ UDF ഒരു ഭരണത്തിലേക്ക് വീണ്ടും കയറാനുള്ള ഒരു സാധ്യത ഉണ്ടായത്. ഒരു 40% വേണ്ടി അങ്ങനെ കൂട്ടാം. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ പോയി വർഗീയമായി ഒരു വിഭാഗത്തിന് വിമർശിച്ചപ്പോൾ അത് പിണറായി വിജയൻ്റെ കൂടെ നിന്ന് വിമർശിച്ചപ്പോൾ അത് ആർക്ക് പറ്റി? അത് LDFന് അടി കിട്ടി. അപ്പോൾ UDFന് കയറാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്തത് വെള്ളാപ്പള്ളി നടേശനല്ലേ? ആ കാരണം കൊണ്ട് UDFൻ്റെ മന്ത്രിമാരും MLAമാരും വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ് ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ബൊക്കോടക്കാനും അതുപോലെ അദ്ദേഹത്തിനെ സ്വീകരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആ വിഭാഗം ജനങ്ങൾ, മൊത്തം ജനങ്ങൾ, ഒരുപാട് ആളുകൾ നിങ്ങളെയൊക്കെ വെറുക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് LDFൻ്റെ കൂടി ഒരു വിഭാഗം ജനങ്ങളെ എതിർക്കുകയും ചെയ്തൊരാളെ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പോരട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സൽക്കാരത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിനെ സൽക്കരിക്കാനും നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളെടുത്ത് കാട്ടിക്കളയും. ഈ ജനങ്ങളാണ് ഇവരൊക്കെ എടുത്ത് തൂക്കിക്കളഞ്ഞത്. മനസ്സിലായില്ലേ? ഇപ്പോൾ VD സതീശൻ്റെ കാര്യം തന്നെ നിങ്ങൾ കണ്ടല്ലേ, ജനം തെരുവിൽ ഇറങ്ങിയത്. അപ്പോൾ ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തിക്കാനല്ല നിങ്ങളെ അവിടെ ഭരണത്തിൽ കയറ്റിയിരിക്കുന്നത്. ജനങ്ങൾക്ക് അവരുടെ ക്ഷേമം ഉന്നതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കയറ്റിയിരിക്കുക. അത് അന്വേഷിക്കുക. അല്ലാതെ ഈ വക ടീമുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയനെ പറ്റിയിൽ അപ്പുറം പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഈ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ജനങ്ങൾ. ശരിയല്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കാൻ വേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യൂ കറക്റ്റായിട്ട്. അല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുനടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെല്ലാം വെറുക്കും. മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ കൗമുദിയുടെ ഒരു സ്വീകരണ ചടങ്ങിൽ വെള്ളാപ്പള്ളി ഉണ്ട്. ആ സ്വീകരണ ചടങ്ങിൽ രമേശ് ചെന്നിത്തലയും മന്ത്രി ലിജു മാറി. അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യഗൗരവമായിട്ട് എടുക്കണം. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ കൂടെ കൊണ്ടെടുക്കരുത്. കാരണം സാമ്പത്തികമുള്ള ശേഷിയുള്ള കുറേ ആൾക്കാരൊക്കെ നമ്മുടെ പിന്നെ ആളായിട്ട് മാറാൻ വേണ്ടിയിട്ട് അവരെ കാറുകൾ വണ്ടികളൊക്കെ ആയിട്ട് അവർ വരും. അവിടെയൊക്കെ വളരെ സൂക്ഷിക്കണം മന്ത്രിമാർ. ഏറ്റവും പ്രധാനം ജനങ്ങളും അതുപോലെ ഈ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച കുറേ അണികളുണ്ട്. അവരൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നിങ്ങളുടെ. അവരില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ ജനങ്ങൾ തൂക്കിയെറിയും. 5 കൊല്ലം പിടാന്ന് പറഞ്ഞവിടെ പോവും. അത് കഴിഞ്ഞ് ജനങ്ങളെടുത്ത് കാട്ടിക്കളയും. ഭരണം കിട്ടുകയുമ്പോൾ മറന്നു പോരുത് ഒന്നും. എപ്പോഴും മൈൻഡിൽ ഓർമ്മ വേണം. നമ്മൾക്ക് 10 വർഷം പുറത്തിരുന്നിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് വന്നത്. അതുകൊണ്ട് ഇനി സൂക്ഷിക്കണം, അല്ലെങ്കിൽ വീണ്ടും പുറത്തായി പോവും എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം.